സോ ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കൊടികുത്തുമലയും പിന്നെ തിരുമാന്താംകുന്ന് ടെമ്പിളും അതിന്റെ വിഷ്വൽസ് ഒക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ടില്ല, എന്തായാലും അതുകൂടെ കണ്ടിട്ട് വരിക. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂര് മനക്കോടിയിലാണ്. ഇന്നലെ മങ്കടയിലായിരുന്നു, പെരിന്തൽമണ്ണ. അതിൽ നമ്മൾ കവർ ചെയ്തപ്പോ ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ ഹൗസ് വാമിങ് നടന്ന 3 വീടുകളെ ഒരു സ്ഥലമുണ്ട്. അത് നമുക്ക് ഉള്ളിലെ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന 3 വീട് കൂടെ പുറത്ത് ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉള്ള സ്ഥലം. അപ്പൊ നമ്മള് ഓൾറെഡി യൂട്യൂബിലൊക്കെ എല്ലാരും കണ്ടിട്ടുള്ള അന്ന് TP ഗ്രൂപ്പ് അങ്ങനെ എന്തോ ഒരു ഇതിന്റെ അപ്പൊ നമ്മൾ അവിടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ബാക്കി കുറച്ച് നേച്ചർ സംഭവങ്ങളൊക്കെ കുറച്ച് കവർ ചെയ്തു. 2 വ്യൂ കിട്ടുക. ആ സ്ഥലത്ത് കുറച്ച് മേലേക്കൂടെ കയറാനുണ്ട് അല്ലേ? സെറ്റ് അല്ലാത്തതുകൊണ്ട് മേലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പൊ താഴ്ന്ന് കുറച്ച് വ്യൂസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മള് താഴെ വന്നിട്ട് പിന്നെ എവിടെയും ഈ ക്ഷേത്രം വന്നത് അങ്ങാടിപ്പുറ ഭാഗത്ത് തിരുമാന്താംകുന്ന് ആ ഒരു ക്ഷേത്രത്തിന്റെ അവിടുന്ന് കുറച്ച് വെള്ളം അങ്ങനെ പോകുന്നൊരു സ്ഥലവും പിന്നെ അതേപോലെ ആലും ഒക്കെ പടച്ചേർന്നിട്ട് നല്ലൊരു വിഷ്വൽസ് ഒക്കെ ഒരു സ്ഥലം ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തൃശ്ശൂരും കൂടെ കവർ ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് പ്ലാൻ. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഹലോ. ഇത് നമ്മൾ അന്ന് സ്റ്റുഡിയോയിൽ പോയ സമയത്ത് എടുത്ത ഔട്ട്ഫിറ്റാണ്. ഈസി ബൈൻ്റെ അടുത്താണ്. ഞാൻ മറ്റേ ഹുഡീസും ഇന്നലെ ഇട്ട ഔട്ട്ഫിറ്റും അവൾ ഇതും എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെത് ഈ ഒരു ഔട്ട്ഫിറ്റാണ്. യെസ്, അപ്പം നമ്മൾ രണ്ടുപേരും റെഡിയായി. എങ്ങനെയുണ്ട്? ഇന്ന് അച്ഛനും അമ്മയും ഭരത്തൊക്കെ ഓൾറെഡി ഉണ്ട്. ദേ 2 പേര് ഇരിക്കുന്നത്. അമ്മ ഉറക്കുന്നു പറഞ്ഞാണ്. അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം അല്ലേ? ഇത് കഴിഞ്ഞില്ലേ? അങ്ങനെ നമ്മളെല്ലാരും ഒരുങ്ങി കെട്ടി ഇറങ്ങുമ്പോഴത്തേ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത്ര ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, ഒരു സമയത്തേക്ക് നമ്മൾ ഇറങ്ങി. അച്ഛനായിരുന്നു വേറെ ഡ്രൈവ് ചെയ്തത്, അതുകൊണ്ട് അമ്മ മുൻസിലിരുന്നു, നമ്മൾ 3 പേരും ബാക്കിലിരുന്ന് വൈബ് ചെയ്തു, പാട്ടൊക്കെ ഇട്ട് വൈബ് ചെയ്തു. യെസ്. അപ്പം നമ്മൾ പോകുന്ന സമയത്തെ മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭരത്താണെങ്കിൽ എല്ലാ ആക്സസറീസും ഇട്ടിട്ട് എല്ലാ സ്ഥലത്തേക്കും പോവാ. ടിഷ്യൂ ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിട്ട് കൊണ്ടു. അതെ, അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നല്ല മഴ ചെയ്യാൻ തുടങ്ങി. പിന്നെ അച്ഛൻ ഡ്രൈവ് ചെയ്താണ്, നമ്മള് 3 പേര് റിലാക്സ് ചെയ്ത് ബാക്കിലിരുന്നു. ഇത് ശരി ചന്ദ്ര, ശരി. സിരിപ്പ് ടെലഫോൺ മണി പോലൻ കാതിൽ മുഴങ്കട്ടും സംഭവം ശരി. അങ്ങനെ എല്ലാരും ഒരു റൗണ്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് അവിടെ അടുത്തൊന്നും റെസ്റ്റോറന്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ തപ്പി നമ്മൾ അവസാനം ഒരു സർവീസ് റോഡ് കയറി ഈ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തി. സമക്ക് എന്നായിരുന്നു തോന്നുന്നു. അതെ, ആ ഒരു ഹെറിറ്റേജ് റെസ്റ്റോറന്റിൽ കയറി. പിന്നെ വാഷ്റൂമൊക്കെ കയറിയതിന് ശേഷം പിന്നെ നമ്മൾ കൈയും മുഖമൊക്കെ കഴുകി പിന്നെ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഈ ഒരു കൊട്ടേഷൻ നമുക്ക് നല്ല കാച്ചിങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയതുകൊണ്ട് എടുത്തു വെച്ചാണ്. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒരു റെസ്റ്റോറന്റ് കിട്ടുന്നത്. പിന്നെ മസാല ദോശ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 4 പേരും മസാല ദോശയും ഭരത്ത് നെയ്യ് റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അച്ഛൻ എന്തോ ഇഡ്ഡലിയോ അങ്ങനെ. അച്ഛന് ഇഡ്ഡലി. അപ്പൊ നമ്മൾ 3 പേര് മസാല ദോശ, ഭരത്ത് നെയ്യ് റോസ്റ്റ്. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഐസ്ക്രീം മേടിച്ചു. അതും മഴയത്ത്. കണ്ട നക്കി തിന്നാല്ലേ നക്കി. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അമ്മ അതാ പാട്ടൊക്കെ കേട്ട് വൈബ് ചെയ്തോണ്ടിരിക്കുകയാണ്. പഴയ സോങ് ആയതുകൊണ്ട് അച്ഛനും അമ്മയും നല്ല രീതിയിൽ വൈബ് ചെയ്ത് 2 പേരും പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞങ്ങൾ കുറെ പഴയ സോങ്സ് ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അച്ഛന്റെ ഒരു നിർദ്ദേശപ്രകാരം. അച്ഛൻ പഴയ പാട്ടിന്റെ റിക്വസ്റ്റ് പ്രകാരം. അതെ, അപ്പൊ ആ ഒരു പാട്ടൊക്കെ വെച്ച് അവര് ഡ്രൈവ് ചെയ്യുന്ന അവരെ വൈബിനകത്ത് നമ്മളിങ്ങനെ പോയി. ഭരത് പിന്നെ ചെവിയിൽ അടക്കതിരിക്കുന്നെന്ന് തോന്നുന്നു. അവന് പറ്റിയ പാട്ടല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബേക്കറി ഐറ്റംസും കുക്കീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. പോകുന്ന വഴിക്ക് ഈ ഒരു കപ്പൽ ചർച്ച്, അങ്ങനെയൊക്കെ പറയാം, കപ്പൽ പള്ളി എന്ന് പറയും. അപ്പൊ ആ ഒരു പള്ളി കണ്ടു കപ്പലിന്റെ ഷേപ്പുള്ള ഒരു. ഞാൻ ഫസ്റ്റ് ടൈം ആണത്, ഇവര് മുന്നേ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ കൂടെ പകർത്തി. പിന്നെ അവരുടെ വീട്ടിലെത്തുമ്പോ ഏകദേശം മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടേക്ക് ഇറങ്ങി. പിന്നെ അവിടെ കയറിയ അവിടെ തന്നെ ഇവര് വിശേഷം പറച്ചിലൊക്കെ തുടങ്ങി. എനിക്ക് ആ ഒരു പരിചയം ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം പോസ്റ്റ് ആയി. പിന്നെ ഇവര് ആൽബം കാണലും
അങ്ങനത്തെ കുറച്ച് പരിപാടി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളെ സൽക്കരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു അവിടെ ഉള്ളവര്. മേമ ഞങ്ങൾക്ക് പായസമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചുകൊണ്ട് ആൽബമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. മിനി ആൽബമാണ് ഞങ്ങൾ കൊണ്ടുപോയിണ്ടായിരുന്നത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട്. വലിയ ആൽബം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിനി ആൽബമാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ അവിടെ നല്ല മഴയായിരുന്നു. മഴയത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു മീനിട്ട് വെച്ച് ഈ ഒരു പാത്രം നമ്മൾ ശ്രദ്ധിച്ചത്. ഇത് ഇവര് ഉണ്ടാക്കിയത്. അടിയിൽ ടയറും മേലെ ഒരു ബക്കറ്റിന്റെ ഇത് വെച്ച് മോൾഡ് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അതില് കുറെ മീനിനൊക്കെ അവര് വളർത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു. അവരുടെ കലാകാരന്മാരെന്നാ പറയുന്നത് അച്ഛൻ. അങ്ങനെ തലേ ദിവസം അവര് സ്വിമ്മിങ് പഠിക്കാനായിട്ട് പൂളിൽ പോയ സമയത്ത് തലയിലിട്ട സാധനം എടുത്ത് അച്ഛൻ തലയിലിട്ടു. അപ്പൊ എല്ലാവരും അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു എന്താ പറയാ അന്യഗ്രഹ ജീവിനെ നോക്കിയിരിക്കുന്ന പോലെ. പിന്നെ നമ്മള് ഒന്ന് രണ്ട് സ്ഥലം കൂടെ പോകാനുണ്ടായിരുന്നു. അതിന്റെ മുന്നേ ആയിട്ട് അമ്മയുടെ പരി തുടങ്ങി കാടും പടലൊക്കെ പറഞ്ഞു. എവിടെ പോവാണെങ്കിലും ഒരു കെട്ട ചെടിയായിട്ട് വരുള്ളൂ വീട്ടിലേക്ക്. അതെ. പിന്നെ വണ്ടിയിൽ നമുക്ക് കൂളന്റ് കുറവായതുകൊണ്ട് ഭരത്ത് അത് മേടിക്കാൻ വേണ്ടി പോയി. പിന്നെ അത് മേടിച്ചത് റീഫിൽ ചെയ്തു. അങ്ങനെ കാറ് കുറച്ച് ഞാൻ റെസ്റ്റിനിട്ടു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ നമ്മള് പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാരും കൂടെ ഇറങ്ങായിരുന്നു. അങ്ങനെ ഞങ്ങള് പുള്ളിലേക്ക് ഇറങ്ങി. പുള്ളിലേക്ക് പോവാനും മേമയും പാപ്പനും പിന്നെ ദേവും ഉണ്ടായിരുന്നു. വല്യച്ഛന്റെ മോളാണ്, അനഘയുടെ വല്യച്ഛന്റെ മോളാണ്. അനഘ ഉണ്ടായിരുന്നു. അച്ചു ഇല്ല കേട്ടോ സ്ഥലം. ലൊക്കേഷൻ നെയിം കോൾഡ് പുള്ള് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. അത്യാവശ്യം വയലും സാധനങ്ങളൊക്കെ ചുറ്റുള്ള സ്ഥലം. ഇവിടെ വെള്ളം കയറുകൊണ്ട് കാറ് ബാക്കിൽ നിർത്തിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കും. അച്ഛനും അമ്മയും ഒരു കൂടെ വന്നവരൊക്കെ കാണുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. ഏകദേശം ഒരു മഞ്ജുവാര്യരുടെ വീടൊക്കെ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. പക്ഷെ കംപ്ലീറ്റ്ലി ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാരണം അവിടേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം അല്ലേ? അതെ. കുറെ നാട്ടുകാരൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ പുള്ളിലേക്ക് എത്തി. ഇതാണ് പുള്ള്. നമ്മൾ മഞ്ജുവാര്യരുടെ വീടൊക്കെ ഇവിടെയാണ്, പുള്ളിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അവിടെ ബ്ലോക്കാണ്. അതായത് കാർ എടുത്ത് പോകാൻ പറ്റില്ല. സൈലൻസറിലേക്കൊക്കെ വെള്ളം കയറും, ഉള്ളിലെ വെള്ളം കയറും. പിന്നെ അച്ചു എന്ന് പറയുന്നത് ഇവളുടെ മേമയുടെ മൂത്ത മോനാണ് കേട്ടോ. അവന് വർക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടെ അങ്ങനെ നടന്നു പോയി. രണ്ട് സൈഡ് വയല് മീൻസ് ഒരു തോടും പുഴയും രണ്ട് സൈഡ് അങ്ങനെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ ഒരു റോഡ് കാണാൻ അത്യാവശ്യം രസമുണ്ട്. പക്ഷെ റോഡ് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിട്ടാണെങ്കിൽ വെള്ളം കയറില്ലായിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് കാർ എടുത്ത് അങ്ങനെ പോകായിരുന്നു. ഇത് കുറച്ചുകൂടെ ലൈക്ക് താഴ്ന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് നടന്നു പോകേണ്ടി വന്നു. പിന്നെ നമ്മൾ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെ പിന്നെ നടന്ന് അത്യാവശ്യം 1-2 കിലോമീറ്ററിനടുത്തോളം നമ്മളങ്ങനെ നടന്നു, വെള്ളത്തിൽ കൂടെ ആയിട്ടും. പിന്നെ അങ്ങനെ നടക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മളെല്ലാരും അവിടെ എത്തി. അവരെല്ലാരും നമ്മളെ കാത്തിക്കരുത്. നമ്മള് മെല്ലെ വീഡിയോ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ വന്നതിനോട് കുറച്ച് ലേറ്റ് ആയി. അതിന്റെ ഇടയ്ക്ക് ഞങ്ങള് പോകുമ്പോ ആടും പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആടിനെ തൊടണം എന്ന് പറഞ്ഞു പോയി തൊട്ടതാണ് ദേവു. അവൾക്ക് നല്ല കുത്ത് കിട്ടി. അതെ, വലിയ ആടാണെന്നുണ്ടെങ്കിൽ എന്റെ ദൈവമേ. പിന്നെ നമ്മൾ അവിടുന്ന് കാണുമ്പോ ഈ ഒരു വ്യൂ മറ്റേ ആലപ്പുഴയിലൊക്കെ നമ്മള് ഒരു ഹണിമൂണ് പോയ സമയത്ത് കണ്ട ആ ഒരു സംഭവം പോലെ കനാല് അതിന്റെ മേലെ കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലത്തെ ഒരു നല്ലൊരു വ്യൂ ആയിരുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു. അപ്പൊ നിങ്ങള് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റിയ ഒരു സമയം തന്നെയാണ്. മഴക്കാലത്താണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പോയ സമയമാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് തീരെ ശരിയല്ല. ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും, വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയാല് മഞ്ജുവാര്യരൊക്കെ ഒരു സ്പോട്ട് ഉണ്ട്. കാർ എത്താത്തോണ്ട് നമ്മൾ നടന്നു പോകണ്ട. അപ്പൊ 2 കിലോമീറ്റർ കൂടെ പോകണം എന്നാ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്തു. സ്ഥലങ്ങൾ മീൻസ് ഈ ഒരു പാടവും പിന്നെ ഈ വെള്ളവും എന്താ ഈ ഒരു അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന. മഴ ഇല്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ മഴ പെയ്യുന്നത്. ഇവിടുന്ന് സൈനിങ് ഓഫ് ചെയ്യാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും വിഷ്വൽസ് ഒക്കെ പകർത്തി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ
ഒരു ചെടി ഉണ്ടായിരുന്നു സൈഡിൽ, ഒരു പ്രത്യേക ഒരു റോസ് കളറുള്ള ഒരു ചെടി, വയലറ്റ് കളറില് വയലറ്റ് കളറുള്ള ഒരു കൊളവാഴയുടെ പൂവാ തോന്നുന്നു. കൊളവാഴയ്ക്ക് പൂവൊക്കെ ഉണ്ടോ? അതെനിക്കറിയില്ല. അങ്ങനെ പിന്നെ നമ്മള് കുറച്ച് നടക്കുന്ന വഴിക്ക് സൈഡിലായിട്ട് ആ ഒരു പൂവ് ഉണ്ടപ്പോ പിന്നെ അതെടുത്ത് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അവള്. അങ്ങനെ നമ്മള് അവിടുന്ന് ആ ഒരു പൂവ് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അവിടുന്ന് നടന്ന് അവളുടെ വല്യച്ഛൻ്റെ, അതായത് അനഘയുടെ വല്യച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ മുറ്റത്തൊരു കുളമ്പുളിയോ കൊടംപുളി ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു. പിന്നെ ഇത് അവരുടെ വീടിന്റെ അകത്തൊരു പെയിന്റിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ രസമുള്ളതുകൊണ്ട് പിന്നെ അതും കൂടെ പകർത്തി. പിന്നെ നമ്മളവിടുന്ന് എല്ലാരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പിന്നെ നമ്മള് ഓൾറെഡി അവിടെ ഫുഡൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ബിരിയാണിയൊക്കെ കഴിച്ചു, എല്ലാരും ഫില്ലായി. ബിരിയാണിന്റെ പുറമെ അവിടുന്ന് വെജ് ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ഫില്ലായതുകൊണ്ട് വലിയ രീതിയിൽ വെജ് ഐറ്റംസ് ഒന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവളുടെ അമ്മായി അല്ല മേമ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ട് നമ്മള് ജസ്റ്റ് 1-2 ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇതെന്ത് എക്സ്പ്രഷൻ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലായിടത്തും ബായി ഒക്കെ പറഞ്ഞു. പിന്നെ നേരെ കാറെടുത്ത് നേരെ ഇവളുടെ അമ്മേന്റെ വീട്ടിൽ, യെസ്, തറവാട്ടിലോട്ട്. അങ്ങനെ പിന്നെ പോണ വഴിക്കാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാടും പടലൊക്കെ പെറുക്കി വെച്ചൊക്കെ എടുത്തിട്ട് പിന്നെ പെട്രോൾ പമ്പ് കയറി ഒന്നും കൂടെ നമ്മള് കൂളന്റെ ഒക്കെ മേടിച്ച് തിരിച്ചു പോകുന്നതായിരിക്കും. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ലേറ്റ് ആവുന്നതുകൊണ്ട് വേഗം ഇറങ്ങി. പോകുന്ന വഴിക്ക് മരത്തിന്റെ ആയാലും നിപ്പ വരത്താൻ നോക്കി കിടന്ന കുറെ വവ്വാലിയും കണ്ടു. ഇവളാണെങ്കിൽ അത് കണ്ടിട്ട് വല്ല പഴാന്ന് വിചാരിച്ച് പിന്നെ ഇവര് രണ്ടുപേര് ചാത്ത വരെ കിടന്നിറങ്ങി. അമ്മ ട്രാപ്ഡായി ഇവർ രണ്ടുപേരും ഇടയില്. പിന്നെ നമ്മൾ അവളുടെ തറവാട്ടിലെത്തി, അമ്മേന്റെ വീട്ടിലെത്തി. ഞങ്ങള് ഭാഗ്യം ബിരിയാണി കഴിച്ചിട്ട് ഉറക്കം. ചാച്ചനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ആ മാമനെ അമ്മായിനെയും പിള്ളേരൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവും. അവിടുന്ന് നേരെ അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇപ്പൊ ഇവിടെ കയറാനായിട്ട് അച്ചാച്ചന് കഴിഞ്ഞ ദിവസം എന്തോ വീണിട്ട് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആളൊന്ന് കാണാനും പിന്നെ അതേപോലെ നമ്മളെ മിനി ആൽബൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ വേണ്ടിട്ടായിരുന്നു നമ്മളവിടെ കയറിയിട്ട്. നമ്മളെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഏണ്ടി പേ അറഞ്ച മാതിരി ഇരിക്കേ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പൊ അച്ചാച്ചനയുടെ കാല് നീട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ആള് കാലിന് കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചനും പിന്നെ അമ്മാമ്മ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപാടെ തന്നെ എല്ലാവരുമായിട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ അമ്മായിയും മാമനും പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞു. ഭാഗ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു ഗ്യാങ്ങും. അങ്ങനെ പിന്നെ അച്ചാച്ചന്റെ എക്സ്റേ ചെയ്ത് അവളെടുത്ത് മണപ്പിച്ച് നോക്കുന്നത്. എന്താ ചെയ്ത് നീര് വെച്ചാൽ അച്ചാച്ചൻ കാല് മേലെ കയറ്റിച്ചിട്ടായിരുന്നത്. ഡോക്ടർ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ആളെടുത്ത് കളഞ്ഞെന്നാ പറഞ്ഞത് ദേഷ്യം പിടിച്ചിട്ട്. അങ്ങനെ തന്നെ അമ്മമ്മ കുറെ നേരം ഫോട്ടോസൊക്കെ നോക്കി. പിന്നെ ഇവര് രണ്ടുപേരും ബിരിയാണിന്റെ ഹാങ്ങർ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ചാച്ചനും കുറച്ചു നേരം ആൽബൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഭാഗ്യയുടെയും ഭരത്തിന്റെയും ചെറുപ്പത്തിലെ ഫോട്ടോ, ഫാമിലി ഫോട്ടോയൊക്കെയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടോണ്ടിരുന്നു. പിന്നെന്താ അതൊക്കെ കഴിഞ്ഞപ്പോ ഏകദേശം പിന്നെ വൈകിട്ട് ലേറ്റ് ആവണ്ടെന്ന് വെച്ച് പിന്നെ നമ്മള് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ അച്ഛൻ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചാച്ചന്റെ അടുത്ത്. ചായ കുടിക്കാനാണെങ്കിൽ ഇവര് സ്പെഷ്യലായിട്ട് മാഗി ഉണ്ടാക്കിയാണ്. ഭരത്താണ് മാഗിന്റെ മാഗി പ്രാന്തനാവന്. അങ്ങനെ പിന്നെ മാഗി കഴിക്കായിരുന്നു. നമ്മള് രണ്ടുപേരും അധികം കഴിച്ചില്ല. അങ്ങനെ എല്ലാരും മാഗിയൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങുന്ന നേരത്ത് പിന്നെ അവരെല്ലാരും കൂടെ സ്നേഹപ്രകടനം ഇറങ്ങുമ്പോഴും ഉണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ അവിടുന്ന് തേങ്ങയോ ചക്കയോ ചക്കയും വാഴക്കൊലയോ അത് കൊടുത്തയച്ചു. സാധാരണ അവിടെ പോകുമ്പോഴൊക്കെ അമ്മ വീട്ടിലേക്ക് പോകുമ്പോ അവിടുന്ന് കൊടുത്തയക്കാറുണ്ടെന്നാ പറഞ്ഞത്. പിന്നെ തിരിച്ചു കയറുന്ന വഴിക്ക് നല്ല ട്രാഫിക് ആയിരുന്നു കുറ്റിപ്പുറം ആ ഭാഗത്തെത്തിയപ്പോ. അങ്ങനെ പിന്നെ ഇവര് 3 പേര് ബാക്കിലിരുന്നു. ഞാനും അച്ഛനും ഫ്രണ്ടിലിരുന്നു. അച്ഛനായിരുന്നു കാറ് ഡ്രൈവ് ചെയ്തത്. ഭാരത്തിന് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ആകാശത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് ദേ വരുന്ന ആ ടിപ്പർ. നീ എവിടെ വന്ന മരഭൂതമേ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ വീട്ടിലെത്തി. പിന്നെ അവിടുന്ന് ബൈ ബൈ പറച്ചിലായിരുന്നു. ബൈ ബൈ പറയുമ്പോ സ്ഥിരമുള്ള കാഴ്ചയാണിത്. ഇന്നിപ്പോ ഭരത്തും കൂടെ ഉള്ളതുകൊണ്ട് അവരെ ഡിസ്പാച്ച് ചെയ്ത് അതിന്റെ ഇടയിൽ കയറാൻ നിൽക്കുക. അമ്മ അവളെ ഉമ്മയ്ക്കുമ്പോ തള്ളി മാറ്റുന്ന അവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് അമ്മനെപ്പോ രണ്ടുപേരും കൂടെ തള്ളിയിടും. അച്ഛനാണ് പേടിയാവുണ്ട്. അമ്മനെ തള്ളിയിടും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വിചാരിച്ചിട്ട്. നമ്മളിതാ 2 ദിവസത്തെ 2 ദിവസമല്ല 1.5 ദിവസത്തെ പ്രയാണം കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ദിവസം നമ്മള് അവിടെ മങ്കട പോയി. അവിടെ അവളുടെ ഫസ്റ്റ് അമ്മയുടെ ഫസ്റ്റത്തെ അനിയത്തിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. പിന്നെ സെക്കൻഡ് ഡേ ഇന്ന് നമ്മള്
മനക്കൊടി പോയി. അവിടെ 1-2 സ്ഥലങ്ങളൊക്കെ അത് കവർ എന്റെ ചെയ്തു. മാമയുടെ വീടാണ്, Yes, 2 ചെറിയ സ്ഥലം. മാമന്റെ. Yes, അങ്ങനെ 2 സ്ഥലം കവർ ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് വരുന്നേക്ക് അമ്മയുടെ തറവാട്ടിൽ വീട്ടിലൊന്ന് കയറി. കേറി. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ 1-2 സാധനം എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ട്രെയിനൊക്കെ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ഭരത് അവിടെ ഡ്രോപ്പ് ചെയ്യും, വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അവരവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. നാളത്തെ ദിവസം യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ ഇവനെയും കൂട്ടി നേരെ വീട്ടിലോട്ട്. ഇനിയിപ്പം പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തണം. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ള് വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയുക, വീഡിയോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കാം. ഇനിയും 1-2 സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻ ഒത്തു വരികയാണെങ്കിൽ പോവാം. അല്ലാതെ ഇനി അടുത്തൊന്നും ഇല്ല, ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.